വാർത്തയിലേക്ക്. ബന്ധു നിയമന വിവാദത്തിന് പിന്നാലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, വിവരങ്ങളൊന്നും വേണ്ട സുഹൃത്തുക്കളെ. അങ്ങനെ വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റിലത്തെ ഒരു വിക്കറ്റ് ഇന്ന് തെറിച്ചിരിക്കുന്നു. സന്തോഷകരമായ വിക്കറ്റ്. അത് അങ്ങനത്തെ വിക്കറ്റുകൾ തെറിക്കണമെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഒപ്പം തന്നെ കോൺഗ്രസിൽ ചില ആളുകൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വെറുതെയാണ് അധ്വാനിക്കുന്നത്. രാവിലെ തന്നെ ഈ കതറും കഞ്ഞിമുക്കിയിട്ട് അതും വടിവട്ട രീതിയിൽ അയൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് വെറുതെയാണെന്ന് ഇവിടുത്തെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്ക് തോന്നിയതിന്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ ഈ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഈ ഒരു രാജി. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് എന്ന് വെച്ചാൽ അളിയ വാ ജോലി തരാം എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളമുള്ള ഒരു ജോലി കൊടുത്തു. പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അവസാനം നമ്മളെപ്പോലുള്ള എല്ലാ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളെല്ലാം ഇതിനെതിരെ ശക്തമായി നിന്നു. നമ്മൾ മാത്രമല്ല കേട്ടോ, പൊതുജനം മാത്രമല്ല, ഇവർക്ക് തന്നെ ഇടയിലുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു എന്നാണ് കേട്ടോക്ക്. KPCC യോഗത്തിലടക്കം വിമർശനം ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ബെന്നി തോമസ് രാജിവെക്കുകയാണ്. അടിപൊളി. ബന്ധു നിയമനമല്ല എന്ന് പറഞ്ഞാണ് അതിനെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ന്യായീകരിച്ചത്. അവിടെ KPCC യോഗത്തിലും അവിടെ കിടക്കട്ടെ. എന്തായാലും ഇത് ബന്ധു നിയമനമല്ല, അത്യാവശ്യം യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ല യോഗ്യതയുണ്ട്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവാൻ നല്ല യോഗ്യതയുള്ള, രാഷ്ട്രീയ യോഗ്യതയുള്ള ഒരാളെയാണ് താൻ നിയമിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ചില ആൾക്കാർ പറയും ഇദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് കളിപ്പിച്ചു തരാം. ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല ഇത്. കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിന് സ്വീകാര്യമായ അതായത് എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്കും എന്റെ സുഭദ്രയ്ക്കും അഫൻ തമ്പുരാൻ ഇഷ്ടമുള്ള ആളെ തീരുമാനിക്കാം എന്നാണ്. അവിടെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. എന്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ കൗണ്ടിങ്ങിന് പോയി. വക്കീലായ അനുജനാണ്, ഓനക്ക് നേരെ വന്നൊരു പണിയുണ്ട്. ഇനിയിപ്പോ ഈ അളിന് പണിയൊന്നും ഇല്ലെന്ന് വലിയ പിടുത്തമില്ല. രാവിലെ കതറും തേച്ചിറങ്ങാണോ? എന്റെ ചീഫ് ഏജന്റ് ആയിട്ട് പ്രവർത്തിച്ച, നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത, കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെ പണ്ട് പിണറായി വിജയൻ കാലഘട്ടത്തില് റിയാസ് ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് നല്ല യോഗ്യതയുള്ള മനുഷ്യനാണ്, ഒരു സംശയമില്ല. എങ്ങനെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം പച്ച വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. SFI മുതൽ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയ ഒരാളാണ്. അദ്ദേഹം മന്ത്രിയായപ്പോൾ മരുമകനെ പിടിച്ച മന്ത്രിയാക്കിന്ന് പറഞ്ഞ ടീംസാണ് ഈ ഇരുന്ന് ന്യായീകരിക്കുന്നത്. എന്തായാലും ഇത് കേൾക്ക്. ഇനി പത്രങ്ങള് ഏഷ്യാനെറ്റ് നല്ല രസമായിട്ട് കൊടുക്കുന്നുണ്ട്. അളിയൻ എന്ന് മറ്റേ അളിയൻ പറയുന്നുണ്ടാകും. കാരണം അത്രമാത്രം ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, KPCCയുടെ അധ്യക്ഷൻ, സ്വന്തം സഹോദരി ഭർത്താവിന്റെ നിയമനത്തിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ക്യാപ്സ്യൂളുകളുമായി രംഗത്തെത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയമോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മിടുക്കോ ഒന്നുമല്ല കേരളം ചർച്ച ചെയ്തതും വിമർശനങ്ങളായി ഉയർത്തിയതും. ഏറ്റവും പ്രധാനം, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ സ്വന്തം ഓഫീസിൽ നിയമിക്കുന്നതിന്റെ ഔചിത്യ പ്രശ്നമാണ്, ധാർമ്മിക പ്രശ്നമാണ്. അതിപ്പോഴും അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് മനസ്സിലാകുന്നില്ല എന്നതാണ് വരുന്ന ചോദ്യം. അദ്ദേഹം ഓരോ ദിവസം ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ന്യായീകരിച്ച് ആകെ നാരണക്കല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പിണറായി വിജയൻ ഗവൺമെന്റിലെ ഒരാൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പുറത്താക്കപ്പെട്ട സമയത്താണ് ഇന്ന് നമ്മളെ വിട്ടുപോയ സലീം കുമാർ. പണ്ട് തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, 100% ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും, പച്ചയ്ക്ക് പറയും. ഇങ്ങനെ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒന്ന് കേട്ടോക്കണേ. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ആണോ ഇടതുപക്ഷമാണോ? ഇടതുപക്ഷമാണ്, യാതൊരു സംശയം വേണ്ട. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ എന്തെല്ലാം മനുഷ്യന്റെ ആ ചിരി നോക്കി, എന്ത് രസകരമായിട്ട് ഈ മനുഷ്യൻ കാര്യങ്ങൾ അവതരിപ്പിക്കാന്നറിയാം. പോയി സംഭവം അറിയാല്ല, കോൺഗ്രസ്സുകാർ സംഭവം അറിയാല്ല, ആരെയൊക്കെയാണ് പോസ്റ്റിൽ ഇരുത്തണം എന്നൊക്കെ അറിയാല്ല. അത് ഞാൻ പിന്നെ അപ്പൊ എനിക്ക് കോൺഗ്രസിലേക്ക് വരുന്ന കലാകാരന് സീറ്റോ ഒന്നും മോഹിച്ചിട്ട് ഇവിടെ വരരുത്, കാര്യമില്ല.
നിഷ്കാമകർമ്മം ചെയ്യാൻ അതെ വന്നാൽ അതെ, കാരണം ഇതിനു വേണ്ടി കോട്ട് തയ്പ്പിച്ചിട്ടാണ് ഒരു ഇങ്ങോട്ട് വരുന്നത് തന്നെ. ജഗദീഷ് തന്നെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും കോൺഗ്രസ്സുകാരനാണെന്നും പറഞ്ഞു. കണ്ടില്ലേ, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഈ കോൺഗ്രസ്സുകാര് ആളുകൾ നിയമിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ്. കോൺഗ്രസ്സുകാരനായിട്ടും ഇത്തവണ നമ്മുടെ VD സതീശൻ മേനോന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്, അസാരം പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. കലാകാരന്മാർക്ക് എന്ത് കിട്ടിയെന്നുള്ളതാണ്. ഇതേ പരിപാടിയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ പല കോൺഗ്രസ് നേതാക്കളും അത് കേട്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് അവരുടെ കാര്യം തന്നെ അവിടെ പരങ്ങലിലേക്കും പിന്നെ എങ്ങനെയാണ് ജഗദീശന്റെ കാര്യം അവര് ഇവിടെ ഭരിക്കാൻ വേണ്ടി മേക്ക് ചെയ്തിരുത്തിക്കുന്ന ആളുകളാണ് ശരിക്കും. അതിലൊക്കെ ബെറ്റർ ഞാൻ പറയാമല്ലോ CPM ആണ്. കുറെയെങ്കിലും ജനങ്ങളായിട്ട് അടുത്ത് ഇടപഴകുന്നത്. വിരലിലെണ്ണാവുന്ന കോൺഗ്രസ് നേതാക്കന്മാര് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തിപ്പോ പറവൂർത്ത MLA VD സതീശൻ എടുത്തു പറയേണ്ട ആളാണ്. താങ്ക് യു. എന്തായാലും അദ്ദേഹം മരണത്തിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിനേക്കാൾ നല്ലത് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. എന്തായാലും ഈ ബന്ധു നിയമനത്തിൽ പുറത്താക്കപ്പെട്ടതിൽ വളരെ വിഷമത്തോടു കൂടി മാത്രം, ശരിക്കും ഇതൊരു ആഘോഷമായിട്ടല്ലേ VD സതീശൻ ഗവൺമെന്റ് തുടങ്ങിയിട്ടില്ല, 30 ദിവസം തികച്ചിട്ടില്ല, അപ്പോഴേക്കും ഒരാൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു ആഘോഷത്തോട് പറയണ്ടേ? ഒരു ആഘോഷം ഇല്ലാതെ വർത്തമാനം പറയും. നോക്കി എന്തെങ്ങനെ ഡാമേജ് ഇസ് ഡൺ അല്ലേ? വൈകി വന്ന വിവേകമാണ്. ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേരുണ്ടാക്കി. ആ ചീത്തപ്പേരുണ്ടാകുന്നത് പാർട്ടിയുടെ അധ്യക്ഷൻ KPCC അധ്യക്ഷൻ തന്നെയാണെന്നിടത്താണ് അതിന്റെ ഒരു പ്രശ്നം നിൽക്കുന്നത്. ആ ചീത്തപ്പേരത്രേ, അല്ലെങ്കിൽ അവിടെ നിയമിക്കായിരുന്നു അല്ലേ? ചീത്തപ്പേരൊന്നും ഇല്ലെങ്കിൽ അവിടെ നിയമിക്കായിരുന്നു. ഇപ്പൊ ചീത്തപ്പേരായോണ്ടാണ് കേട്ടോ പുറത്താക്കിയത്. പുറത്താവാൻ പറഞ്ഞു, രാജിവെക്കാൻ പറഞ്ഞേ. ഈ ചീത്തപ്പേരൊന്നും ഇല്ലെങ്കിൽ എന്താ അല്ലേ, അവിടെ നിർത്തായിരുന്നു. എന്താ എന്റെ മാപ്രകളെ. KPCC അധ്യക്ഷനെ അപ്പോൾ പാർട്ടി തിരുത്തിയതാണ് എന്ന് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ ഇപ്പോൾ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിന്റെ കുടുംബത്തിൽ പലർക്കും പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നത് പുറത്തുനിന്നല്ല, പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ്. അതിൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെയാണ്. അവിടെ കണ്ണൂരിൽ നിന്ന് തന്നെ ചില നേതാക്കളൊക്കെ അവരുടെ നേതൃത്വത്തിൽ തന്നെ പല ആരോപണങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ അദ്ദേഹം ആദ്യം മൗനമായിരുന്നു. നമ്മൾ ഇത് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് മൗനമായിരുന്നു. പിന്നീട് സഭയിൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ എന്തൊരു മൗനായാലും ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാര് പുതിയ രീതി കേട്ടോ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ മുണ്ടാണ്ട നടക്കുക. VD സതീശൻ മേനോൻ കുറച്ചു കാലം മുണ്ടാ നടന്നല്ലോ അല്ലേ, പിണറായി വിജയന്റെ വീട്ടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പതാ ഇദ്ദേഹത്തിന് അടിയൻ നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് ചോദിക്കും, മുണ്ടാണ്ട് നടക്കുക. കാരണം പിടിച്ചിട്ട് നമ്മളെന്തോ കുറ്റം ചെയ്താൽ മതി ഇല്ലയോ? നമ്മൾ അങ്ങോട്ടാണോ കുറ്റം ചെയ്തത്? അവന്മാരല്ലേ തെറ്റുകൾ ചെയ്യുന്നത്? അവര് ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഇതിന് നമ്മളോട് വല്ല ദേഷ്യം പോലൊക്കെ നടക്കുക. എന്തായാലും വൈകി വന്ന വിവേകമൊന്നുമല്ല. 30 ദിവസം തികയും മുമ്പ് തന്നെ VD സതീശൻ ഗവൺമെന്റിൽ ഒരാളുടെ വിക്കറ്റ് പോയി. ഇനി അങ്ങോട്ട് എത്രമാത്രം വിക്കറ്റ് എടുക്കാനുണ്ട്? ഇപ്പൊ തന്നെ ഈ പറയുന്ന പ്രമുഖ വ്യക്തിയുടെ മകളെങ്ങാണ്ട് എവിടെയോ സീറ്റ് വാങ്ങിച്ചെന്നോ എന്താ പറയാ ഡോക്ടറാവുന്നെന്നോ അങ്ങനെ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നും വ്യക്തമായിട്ടുള്ള സംഗതി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയാത്തത്. എന്തായാലും വിക്കറ്റ് ഒന്ന് പോയിട്ടുണ്ടേ. അടുത്ത് നമുക്ക് എണ്ണാം 1, ബാക്കി നമുക്ക് മെല്ലെ 2, 3 ചേട്ട. ബൈ.